ദിവസവും തണ്ണിമത്തൻ കഴിച്ചാൽ എന്തു സംഭവിക്കും? ഒന്നാം ദിവസം കത്തിയ കടും പച്ചത്തൊലിയെ പിളർക്കുന്നു. മധുരമുള്ള നീര് നിങ്ങളുടെ കൈത്തണ്ടയിലൂടെ ഒഴുകുന്നു. നിങ്ങളുടെ പല്ലുകൾ ആ തരിതരിയുള്ള മാംസളമായ ഭാഗത്തെ ചവച്ചരയ്ക്കുന്നു. ചുവന്ന മധുരം നിങ്ങളുടെ തൊണ്ടയിലേക്ക് ഇരച്ചു കയറുന്നു. വയർ പെട്ടെന്ന് തന്നെ ദ്രാവകം കൊണ്ട് നിറയുന്നു. ഫ്രക്ടോസ് മസ്തിഷ്കത്തിന് ആശ്വാസം നൽകുന്നു. മധുരഗന്ധമുള്ള ഒരു ഏമ്പക്കം നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നു. ഏഴാം ദിവസം നിങ്ങളുടെ വൃക്കകൾ അമിത വേഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഇടയ്ക്കിടെ ബാത്റൂമിലേക്ക് ഓടുന്നു. മൂത്രത്തിന്റെ നിറം മാറി അത് കുപ്പിയിലെ വെള്ളം പോലെ തെളിഞ്ഞതാകുന്നു. നാരുകൾ ഒരു ചൂല് പോലെ നിങ്ങളുടെ കുടലുകളെ തൂത്തുവാരി വൃത്തിയാക്കുന്നു. ഈ ജലപ്രവാഹവുമായി പൊരുത്തപ്പെടുമ്പോൾ വയറിൽ ഇടയ്ക്കൊരു ചെറിയൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്നു. 15-ാം ദിവസം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛനാണ് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബാറ്ററിയുടെ പെർസെന്റേജ് ഒന്ന് കമന്റ് ചെയ്യുക. എത്ര പേർക്ക് സെയിം ആണെന്ന് നോക്കാം. സിട്രുളിൻ രക്തപ്രവാഹത്തിലെത്തുന്നു. ഇത് അർജിനൈനായി മാറുന്നു. രക്തക്കുഴലുകളുടെ ഭിത്തികൾക്ക് അയയാനുള്ള സന്ദേശം ലഭിക്കുന്നു. നൈട്രിക് ഓക്സൈഡ് രക്തപാതകളെ വികസിപ്പിക്കുന്നു. രക്തം വേഗത്തിൽ പായുന്നു. പോഷകങ്ങൾ എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമത ഇരട്ടിയാകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ രക്തയോട്ടം കൂടുന്നതിലൂടെ പ്രത്യേക ഉന്മേഷം അനുഭവപ്പെടുന്നു. 20-ാം ദിവസം ലൈക്കോപ്പിൻ ചർമ്മത്തിന് താഴെ ഒരു സംരക്ഷണ പാളി തീർക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ ഏൽപ്പിക്കുന്ന ആഘാതത്തെ ആന്റി ഓക്സിഡന്റുകൾ പ്രതിരോധിക്കുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മം ആഴത്തിൽ ജലാംശമുള്ളതായി കാണപ്പെടുന്നു. വരൾച്ച മൂലമുണ്ടായ ചെറിയ വരകൾ ഇല്ലാതാകുന്നു. മങ്ങൽ മാറി പകരം ഒരു ആരോഗ്യകരമായ ഒരു പിങ്ക് തിളക്കം വരുന്നു. 30-ാം ദിവസം നിങ്ങളുടെ കോശങ്ങൾ പൂർണ്ണമായും ജലാംശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പേശികൾ കൂടുതൽ ദൃഢമായും നിറഞ്ഞും കാണപ്പെടുന്നു. ഹൃദയം വളരെ ആയാസരഹിതമായി രക്തം പമ്പ് ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയാൻ തുടങ്ങുന്നു. നിങ്ങൾ വേനൽക്കാലത്തിന്റെ മധുരം പൂർണ്ണമായും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഗ്ലാസ് സ്കിൻ തിളക്കത്തിലൂടെ അതിന് പ്രതിഫലം നൽകുന്നു.